മത്സരം ഉണ്ട് ഏത് മേഖലയിലും. ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിംഗ് ആണ്. ഇന്നൊരു ക്ലിക്ക് ഓഫ് എ ബട്ടണിൽ നമുക്ക് ഏത് ഉൽപ്പന്നവും എന്തും എപ്പോഴും ഏത് നേരവും നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പക്ഷേ നമ്മുടെ മനസ്സിലെല്ലായ്പ്പോഴും മത്സരം മത്സരം എന്ന് തലയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്ട്രെസ്, ടെൻഷൻ, പിരിമുറുക്കം ആണ്. ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റാതെ പോകും. അതേസമയം മത്സരമുണ്ട്, ഏത് മേഖലയിലും മത്സരമുണ്ട്. മത്സരമില്ലാത്തൊരു കാലഘട്ടമുണ്ടോ? പ്രത്യേകിച്ച് ഇന്ന് വളരെ കൂടുതൽ, ഏത് ഫീൽഡിൽ. പക്ഷെ നമ്മൾ ചെയ്യുന്നതിൻ്റെ അകത്ത് കൂടുതൽ ക്വാളിറ്റി സർവീസ് എൻ്റെ കസ്റ്റമറിന് അല്ലെങ്കിൽ എൻ്റെ ക്ലയൻറ്റിന് എങ്ങനെ കൊടുക്കാം, ബെറ്റർ സർവീസ് അല്ലെ ബെറ്റർ പ്രോഡക്റ്റ്, നല്ല ഉൽപ്പന്നം. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾ ശ്രദ്ധ പൂർണ്ണമായിട്ട് നാം ചെയ്യുന്ന പ്രവൃത്തിയിലായിരിക്കും, നാം ഉൽപ്പാദിപ്പിക്കുന്ന ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോമ്പറ്റീറ്റേഴ്സിനെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. എന്നിരുന്നാലും നമ്മൾ മാർക്കറ്റ് സർവേ, മറ്റ് ആരൊക്കെയാണ് മാർക്കറ്റിൽ പ്ലെയേഴ്സ് ആയിട്ടുള്ളത്, അവരുടെ സ്ട്രാറ്റജി എന്താണ്, അവരുടെ അഡ്വർടൈസ്മെൻറ്റ്സ് എങ്ങനെയാണ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഡേറ്റാസ് നമുക്ക് എപ്പോഴും വേണമല്ലോ. എന്നിട്ട് നിങ്ങൾ ചെയ്യുന്നതിൻ്റെ അകത്ത് ബെസ്റ്റ് എങ്ങനെ കൊടുക്കാം, എക്സലൻ്റ് ആയിട്ടുള്ള സർവീസ്. നിങ്ങളെ വിട്ട് ഒരു കസ്റ്റമറും ഒരു ക്ലയൻറ്റും പിന്നെ പോകത്തില്ല. കൂടുതൽ പുതിയ കസ്റ്റമേഴ്സിനെ, ക്ലയൻസിനെ നിങ്ങൾക്ക് ആകർഷിക്കാം. നിങ്ങളുടെ ക്വാളിറ്റി നിങ്ങൾ കോംപ്രമൈസ് ചെയ്തില്ല എങ്കിൽ ഉറപ്പാണ് കാര്യം. നമുക്ക് പണ്ട് ഒരു കഥ അറിയാമല്ലോ, ഈ ആമയും മുയലും തമ്മിൽ. അപ്പോൾ ആമയ്ക്ക് അറിയാമല്ലോ താൻ മുയലിൻ്റെ വേഗതയ്ക്ക് മുന്നിൽ ജയിക്കത്തില്ല. പക്ഷേ ആ കോമ്പറ്റീഷൻ, ആ മത്സരത്തിന് അത് പങ്ക് എടുക്കുകയും, എന്നാൽ ആമ വിജയിച്ചല്ലോ. എങ്ങനെ? കാരണം മുയലിൻ്റെ ആത്മവിശ്വാസം അമിതമായിപ്പോയി. അത് വഴിയിൽ ആമയല്ലേ, അത് പതുക്കെ വരത്തുള്ളൂ എന്നുള്ള ചിന്തയിൽ കിടന്നങ്ങ് ഉറങ്ങി, മരച്ചുവട്ടിൽ അതങ്ങ് ഉറങ്ങി. കണ്ണു തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ആമ ആ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുകയും മത്സരം വിജയിക്കുകയും ചെയ്തല്ലോ. അപ്പം അമിത ആത്മവിശ്വാസം പാടില്ല. മാർക്കറ്റിൽ മത്സരം ഉണ്ട് എന്ന് അംഗീകരിക്കുകയും, എന്നാൽ ഭയങ്കര മത്സരം, എനിക്ക് വിജയിക്കാൻ പറ്റത്തില്ല എന്ന മനോഭാവം പാടില്ല. ഞാൻ എന്തുവായാലും വിജയിക്കും, എനിക്ക് ഒത്തിരി വർഷത്തെ പാരമ്പര്യമുണ്ട് അല്ലെങ്കിൽ എന്നത് നാം പിന്തള്ളപ്പെടാം. പക്ഷെ നമ്മൾ അപ് ടു ഡേറ്റ് കീപ്പ് ചെയ്ത് മാർക്കറ്റ് ട്രെൻഡ്സ് അപ്ഡേറ്റഡ് ആയിട്ട് ചെയ്തു പോകണം. ഇല്ലെങ്കിൽ നാം പുറം തള്ളപ്പെടും, സംശയമൊന്നുമില്ല. കാരണം മറ്റൊരു കഥയിൽ ആമ വിജയിച്ചു. എങ്ങനെയാണെന്നറിയാമോ? അതിൻ്റെ വക്രബുദ്ധി, കുറുക്ക് വഴിയിലൂടെ. അതിൻ്റെ സുഹൃത്തായിരുന്ന പരുന്തിനോട് ഇങ്ങനൊരു മത്സരത്തെക്കുറിച്ച് പറയുകയും, ഈ പരുന്ത് അതിൻ്റെ കാലിൽ ഈ ആമയെ ഭദ്രമാക്കി മുറുക്കെ പിടിച്ച് ഫിനിഷിംഗ് പോയിൻ്റ് തൊട്ടടുത്ത് കൊണ്ട് വിട്ടിട്ടങ്ങ് പോയി. പിന്നെ ആമ അടുത്തെത്തിയില്ലേ, അത് വിജയിച്ച്. മുയൽ ഓടിയെത്തിയപ്പോഴത്തേക്ക് ആമ വിജയിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ ആമ വിജയിച്ചത് കുറുക്ക് വഴിയാണ്. ഏത് വഴി സ്വീകരിച്ചാലും ഞാൻ വിജയിക്കും എന്ന മനോഭാവവും കാഴ്ചപ്പാടും ഉള്ള മാർക്കറ്റ് ആണ് നമുക്ക് ഇന്നേ കാലത്തുള്ളത്. ഇനിയും ഇങ്ങനെയൊക്കെ പോകത്തുള്ളൂ. വളഞ്ഞ വഴിയും കുറുക്ക് വഴിയും അസത്യമായ മാർഗങ്ങളൊക്കെ സ്വീകരിച്ച് എങ്ങനെയും വിജയിക്കുക. എന്തായാലും അതുണ്ടാവും, സംശയമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ചെയ്യാനുള്ള മാർഗം, നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വഴികൾ സത്യസന്ധവും നേരായ മാർഗവും ആയിരിക്കട്ടെ. മത്സരമുണ്ട്, മാത്സര്യമുണ്ട്. പക്ഷെ മത്സര ബുദ്ധി നിങ്ങളുടെ തലയ്ക്ക് പിടിക്കാതിരിക്കട്ടെ. നിങ്ങൾ ചെയ്യാനുള്ളത് ബെസ്റ്റായിട്ട് ചെയ്യുക. നിങ്ങൾ എക്കാലം നിലനിൽക്കും, വിജയിക്കും. നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ട് ഇരിക്കുക. കുറുക്ക് വഴി സ്വീകരിച്ചാൽ നിലനിൽക്കത്തില്ല. താൽക്കാലികമായ വിജയമൊക്കെ ചിലപ്പോൾ കൈവരിക്കും, പക്ഷേ അതെക്കാലം നിലനിൽക്കണമെന്ന് ഇല്ല.